ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം നമ്മൾ റവ നന്നായിട്ട് വറുത്തെടുത്തു. എന്നിട്ടത് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഡെയിലി കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സിനൊക്കെ ആക്കി കൊടുത്താൽ അവർ ഇരുന്ന് കഴിച്ചോളും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ശർക്കരയും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വാഴയിലയിൽ പരത്തിയെടുത്തു. കുറച്ച് നമ്മുടെ കറുവപ്പട്ട ഇലയില്ലേ, നമ്മുടെ മധുരക്കാഞ്ഞിരത്തിൻ്റെ ഇല എന്നൊക്കെ പറയും നമ്മൾ, അതിലും കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവിക്ക് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് ചക്ക വരട്ടി കൂടി അതിൽ ചേർത്തായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മതി, നമ്മുടെ സാധനം റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അരിയിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റാണ് നമ്മുടെ ഈ റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ നല്ല സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.